ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം മറ്റ് ക്യാൻസറുകളെ പോലെയല്ല ഒവേറിയൻ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അതിന് തക്കതായ ലക്ഷണങ്ങൾ ബോഡിയിൽ കാണിക്കാത്ത ഒന്നാണ്. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ അറിവ് മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഓവറി അല്ലെങ്കിൽ യൂട്രസ്, ഇതിനെപ്പറ്റി നിങ്ങൾക്കുള്ള ഐഡിയ എന്താണെന്ന് എനിക്കറിയില്ല. ഈ കാണിച്ചിരിക്കുന്ന ഒരു യൂട്രസ് ആണ്. ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഓവറീസ് ആണ്. ഇപ്പം മാസം ഒരു പെണ്ണിനെ സംബന്ധിച്ച് അതിൽ നിന്ന് ഓവം റിലീസാകുന്നു അല്ലെങ്കിൽ എഗ്ഗ് റിലീസാകുന്നു. അത് യൂട്രസിലോട്ട് എത്തുന്നു. ഒന്നെങ്കിൽ അത് പീരിയഡ്സ് ആയിരിക്കാം, അങ്ങനെ ഇല്ലെങ്കിൽ അത് പ്രഗ്നൻസി. ആ ഒരു ബ്ലീഡിങ് പീരീഡ് കഴിയുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും അല്ലേ. ഇത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഓവറീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഓവം റിലീസ് ചെയ്യുന്ന ബോഡി പാർട്ടാണ് ഓവറീസ്. ഇതിന് ചില സമയത്ത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു റെയർ കണ്ടീഷൻ ആണെങ്കിലും ഇതൊരു ഡെഡ്ലി കണ്ടീഷനാണ്. വന്നിട്ടുണ്ടെങ്കിൽ മരണം സംഭവിക്കാം. കാരണം ഇതിനൊരു കംപ്ലീറ്റ് ക്യൂറോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റോ നമ്മളധികം കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ഇതിൽ ഏറ്റവും പ്രശ്നമെന്ന് വെച്ചാൽ പലപ്പോഴും ഒവേറിയൻ ക്യാൻസേഴ്സിന് കൃത്യമായൊരു ലക്ഷണങ്ങളില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ ഒരു ബുദ്ധിമുട്ടുകളോ ചേഞ്ചസോ നിങ്ങളുടെ ബോഡിയിൽ വരുന്നത് നിങ്ങൾ നോട്ട് ചെയ്യാതെ പോകുന്നു. എപ്പോഴും ഒവേറിയൻ ക്യാൻസറിനെ സംബന്ധിച്ച് നമ്മുടെ ബോഡിയിൽ വരുന്ന നമുക്കെന്താണോ നമ്മുടെ നോർമലായിട്ടുള്ളത് ആ നോർമൽ സ്കെയിലിൽ നിന്ന് മാറി എന്ത് സംഭവിച്ചാലും അത് നമ്മൾ ശ്രദ്ധയിൽ വരുത്തുക, ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒവേറിയൻ ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം. വാർണിംഗ് സൈൻസ്, ഇതിന് വേണ്ടിയുള്ള കൃത്യമായ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഇന്നില്ല. അതുകൊണ്ട് വാർണിംഗ് സൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ 1 എന്ന് വെച്ചാൽ അബ്ഡോമിനൽ പെയിൻ ആണ്. വയറിന് വരുന്ന അസ്വാഭാവികമായിട്ടുള്ളൊരു വയറുവേദന അല്ലെങ്കിൽ ബ്ലോട്ടിങ്, വയറ് കമ്പിക്കുന്നു എന്ന് കരുതി വയറുവേദന വന്നാൽ ഒവേറിയൻ ക്യാൻസർ എന്നോ അല്ലെങ്കിൽ വയറ് കമ്പിച്ചാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സംഭവിച്ചു. ഇനി രണ്ടാമത്തത് ചേഞ്ച് ഇൻ യുവർ അപ്പറ്റൈറ്റ്, നിങ്ങളുടെ വിശപ്പിൽ വരുന്ന വ്യതിയാനങ്ങളാണ്. ആഹാരം കഴിപ്പ് കുറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഹാരത്തോട് അത്ര താല്പര്യം തോന്നുന്നില്ല, ഇപ്പോൾ ദഹനത്തിൽ വ്യത്യാസം വരുന്നു, അങ്ങനെ നിങ്ങളുടെ ആഹാര രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആഹാരം ഇത്തിരി കഴിച്ചു കഴിയുമ്പോഴേ വയറ് പെട്ടെന്ന് നിറയുന്നു, അങ്ങനെയുള്ളൊരു ബോഡി മാറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ബോഡിയുടെ ഒരു ക്ലൂ ആയിരിക്കാം. മൂന്നാമത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ആണ്. അബ്നോർമൽ ബ്ലീഡിംഗ്, നിങ്ങളുടെ നോർമൽ പീരിയഡ്സ് കൂടാതെ മീനോപോസ് കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇതൊരു അബ്നോർമൽ ബ്ലീഡിംഗ് ആണ്. ഇത് നിങ്ങളുടെ ബോഡി തരുന്ന അടുത്ത ഒരു ക്ലൂ ആയിരിക്കാം. ഇനി വേറെ ഒരു നാലാമത്തെ ഒരു അടയാളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ യുവർ ബവൽ ആൻഡ് യൂറിനേഷൻ ഹാബിറ്റാണ്. അതായത് നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തുന്നതിൽ വരുന്ന മാറ്റം, ചില സമയത്ത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, മുറുക്കം അനുഭവപ്പെടുക, ചില സമയത്ത് ലൂസ് മോഷൻ, ഡയറിയ വരിക, ഇല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ, തിരതിരെ നമുക്ക് മൂത്രമൊഴിക്കണമെന്ന് തോന്നുക, ഇങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അഞ്ചാമത്തത് ലംസ്, മുഴകൾ പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് തടിപ്പുകളോ മറ്റോ വയറിൻ്റെ ഭാഗങ്ങളിലും മറ്റും അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിൽ ഒരു റുട്ടീൻ ടെസ്റ്റും ഇല്ലാത്തത് കൊണ്ടാണ് ഈ വാർണിംഗ് സൈൻസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. റുട്ടീൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അല്ലേ, പക്ഷേ നമുക്കതില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെയുള്ള വാർണിംഗ് സൈൻ നോട്ട് ചെയ്തിട്ട് ഡോക്ടറോട് ഡിസ്കസ് ചെയ്യുക. പിന്നെ ചില റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഫസ്റ്റ് വൺ ഫാമിലി ഹിസ്റ്ററിയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ ഒവേറിയൻ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ജനറ്റിക് ഇതുകൊണ്ട് ഒവേറിയൻ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി അതുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കെയർ എടുക്കാം. ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്ത് പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ മുമ്പ് നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ വന്നിട്ടുണ്ട്, അങ്ങനെ ഓൾറെഡി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തതാണ്. അങ്ങനെയുള്ളവർക്കും ഫ്യൂച്ചറിൽ എന്തിന് സാധ്യതയുണ്ട് യുട്ടേറിയൻ ക്യാൻസറിന്. അതുപോലെ ഏജ്, കൂടുതൽ ഏജ്, അതായത് പ്രായദൈർഘ്യം കൂടുമ്പോഴാണ് ഈ പറഞ്ഞ യുട്ടേറിയൻ ക്യാൻസറിൻ്റെ സാധ്യതകൾ കൂടുതലുള്ളത്. പിന്നെ കുട്ടികളില്ലാത്ത ആളുകൾ, അവർക്ക് നമുക്ക് എന്താണ് ഒരു സാധ്യത പറയാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഒവേറിയൻ ക്യാൻസറിനെ പറ്റി പ്രധാനപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. വളരെയധികം നമ്മൾ സൂക്ഷിക്കണം, കെയർ എടുക്കണം. ബോഡിയിൽ വരുന്ന ചെറിയ ചേഞ്ചസുകളും നമ്മുടെ ബോഡിയെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ പീരിയഡ്സിൽ വരുന്ന ഡിസ്ചാർജിൻ്റെ കളർ വ്യത്യാസം, അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൽ വരുന്ന അളവിലെ വ്യത്യാസം, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.